ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ്. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇല്ലെങ്കിൽ കാണാൻ പോകുന്നത് ഡേവ് ഡീറ്റെയിൽ ടോക്ക്. ഇപ്പൊ നിങ്ങൾക്ക് ഈ ബസ് കാണുമ്പോൾ മനസ്സിലാവും, ഫ്ലൈറ്റ് കണ്ടപ്പോൾ മനസ്സിലായി, ഒരു ട്രാവൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്നത്തെ ട്രാവല് ഇന്ത്യയുടെ അകത്ത് തന്നെയാണ്, അടിപൊളി ഒരു ട്രാവലാണ്. സോ നമ്മുടെ ടീമൊക്കെ ഫുൾ ഇവിടെ റെഡിയാണ് കേട്ടോ. ഫുൾ ടീം സെറ്റ് ആണ്, കണ്ടില്ലേ? വിപിൻ ഉണ്ട്, സുധീഷ് സാറുണ്ട്, ജിത് സാറുണ്ട്, വിനോജ്, ബിജിത്ത്, ഫുൾ ടീം സെറ്റ്. നമ്മളപ്പോ യാത്ര തുടങ്ങുന്നു. എങ്ങോട്ടാണെന്നുള്ളത് ഒരു സർപ്രൈസ്, ചുമ്മാ തമാശക്ക്. ഓക്കെ, ഞങ്ങൾ അങ്ങനെ ഞങ്ങളുടെ ഡെസ്റ്റിനേഷനിലെത്തി. ഫ്ലൈറ്റിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ ബസ്സിൽ കയറുന്നു. ഇനി ഇവിടുന്ന് നേരെ എയർപോർട്ടിൽ. അവിടെ എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് മനസ്സിലാവും ഇത് ഏതാണ് സ്ഥലം എന്നുള്ളത്. ഓക്കെ, റെഡി? വെൽക്കം ടു ദ നോർത്ത് ഈസ്റ്റ് ഇന്ത്യ. അപ്പോൾ ഏകദേശം കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഞങ്ങൾ എങ്ങോട്ടാ വന്നിരിക്കണേ എന്നുള്ളത്. യെസ്, ഇപ്പോൾ നമ്മളെത്തിയിരിക്കുന്നത് ഗുവാഹത്തിയിലാണ്. ഗുവാഹത്തി ആസാമാണ്. ആസാം മാത്രമല്ല, ഇത് നോർത്ത് ഈസ്റ്റിൻ്റെ ഒരു ഗേറ്റ് വേ ആയിട്ടാണ് അവർ ഗുവാഹത്തിനെ കാണുന്നത്. കാണുന്നതല്ല, അങ്ങനെയാണ്. ഓക്കെ, കണ്ടോ? ഇവിടെയൊക്കെ അവരുടെ ഒരു ട്രഡീഷന് ഭയങ്കര പ്രാധാന്യമുള്ള സ്ഥലമാണ്. ഒരുപാട് ഹിന്ദു ടെമ്പിൾസ് ഉള്ള സ്ഥലമാണ്. സോ ഒരു ഹെവി പരിപാടിയുള്ള സ്ഥലമാണ്. ഒരുപാട് കാണാനുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ നേരെ പോകാൻ പോണത് ഷിലോങ് എന്ന് ചിറാപുഞ്ചി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഗംഭീര വീഡിയോ ആയിരിക്കും, ഉറപ്പാണ്. കലക്കാം നമുക്ക്. ഇവിടെ ആസാം ടീ, ആസാം വാലി. എന്താണ് നമ്മുടെ ആസാം ടീയുടെ എന്താ? നിങ്ങൾ ആസാം ആപ്പിൾ വാലി ടീ. സോ ഗംഭീര പരിപാടി കേട്ടോ. ഗുവാഹത്തി അടിപൊളി സ്ഥലമാണ്. ഇവിടുത്തെ ഫുഡൊക്കെ നല്ലതാണ്. ഇവിടുത്തെ ക്രിസ്ത്യൻസ് നല്ലതാണ്. ഇതാണ് ഇതേ പോണു പെട്ടി. അത് നമ്മുടെ വിനോജിന്റെ പെട്ടി. അത് കൊള്ളാം അല്ലേ? അവർക്കൊരു സ്പേസ്, കാരണം ആ വീൽ ചെയർ കൊണ്ടുവന്ന് അവിടെ നിന്ന് ചെയ്യാലോ. അങ്ങനെ ഞങ്ങളുടെ ബാഗും ഒക്കെ എടുത്ത് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നമ്മളുടെ ആദ്യത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മളൊരു റെൻ്റ് എ കാർ ഓൾറെഡി സെറ്റ് ചെയ്തിരുന്നു. സോ റെൻ്റ് എ കാർ സെറ്റ് അതിലേക്ക് കയറുക എന്നുള്ള. അപ്പം ഞാൻ നോക്കുമ്പോൾ അവിടെ ആരോ ഒരാൾ നിൽക്കുന്നുണ്ട്. ആരാണെന്ന് എനിക്ക് മനസ്സിലാവണില്ല. പൊളിറ്റീഷ്യൻ അല്ല, വേറെ എന്തോ സംഭവമാണ്. എല്ലാവരും വന്ന് ഇപ്പോൾ ഈ മിലിറ്ററിക്കാരൊക്കെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ കൂടെ. ഞാൻ ചുമ്മാ വീഡിയോ എടുത്ത്, എനിക്ക് നോക്കിയിട്ട് കിട്ടുന്നുമില്ല ഇത് ആരാണെന്ന്. അങ്ങനെ നമ്മുടെ പയ്യൻ കാറുമായിട്ട് വന്നിരുന്നു. ഹൈക്രോസ് ആണ് നമ്മളുടെ ടൊയോട്ട എടുത്തിരുന്നത്. ഇത് ആക്ച്വലി ടാക്സിയാണ്. പക്ഷേ ഇവിടെ കുഴപ്പമില്ല, റെൻ്റ് എ കാറിനെന്നൊക്കെ പറഞ്ഞു. ഞങ്ങളും പറഞ്ഞു ബാഡ്ജില്ല, പ്രശ്നമാണ്. പറഞ്ഞു ഇതിവിടെ ഒരു പ്രോബ്ലം ഇല്ല, ഇത് അങ്ങനെ ഓടുന്നതാണ്. അപ്പോൾ നമ്മൾ പോലീസ് വിളിച്ചാലോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല, ധൈര്യമായിട്ട് വിളിച്ചോളൂ. അപ്പോൾ നമുക്ക്, കാരണം ഞങ്ങൾ 2 സ്റ്റേറ്റാണ്. നമ്മളിപ്പോൾ ആസാമിൽ നിന്ന് നേരെ മേഘാലയ കയറും. സോ അതൊക്കെ നമുക്കൊരു ടെൻഷനായിരുന്നു. വണ്ടി അത്ര 2024 വണ്ടിയാണെങ്കിലും കുറച്ച് ഇടിയും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളുടെ ലഗേജ് കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് നേരെ നമ്മൾ അദ്ദേഹത്തിന് ആകെ ഒരു കൺഫ്യൂഷൻ, നമ്മൾ വണ്ടി മാറ്റണോ? കാരണം ഇത്രയും നമ്മൾ പുറം കാണുമ്പോൾ അത്ര ഭംഗിയില്ല വണ്ടിയുടെ. അപ്പോൾ ഞങ്ങൾ കൺഫ്യൂസ്ഡായി, അത് മാറ്റിയെടുക്കണോ എന്നൊക്കെ ഉള്ളത്. അങ്ങനെ കുറേ നേരമൊക്കെ സംസാരിച്ചതിന് ശേഷം പിന്നെ ഇത് തന്നെ, വേറെ വണ്ടി എടുക്കാൻ വേറെ ചാൻസ് ഇല്ല. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ ഈ വണ്ടി തന്നെ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് റെൻ്റ് എ കാറൊക്കെ എടുത്തു കഴിഞ്ഞിരിക്കുന്നു. നമ്മളുടെ ഇനിയുള്ള 4-5 ദിവസം ഞങ്ങളുടെ കൂടെ റെൻ്റ് എ കാർ ഇതുണ്ട്. നമ്മളുടെ ടീം പുള്ളിയാണ് ഞങ്ങൾക്ക് വണ്ടി കൊണ്ടുതന്നത്. സോ ഇവിടുന്ന് 5 ദിവസത്തേക്ക് വണ്ടി നമ്മൾ എടുത്തിരുന്നു. അവിടെ നിന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത്. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് തരാം കേട്ടോ. കുറച്ച് അവർ നല്ല ഡീലിംഗ് ആണ്. ഈ വണ്ടിയിൽ കുറച്ച് ഞങ്ങൾ വന്നു കഴിഞ്ഞപ്പോൾ കുറച്ച് തട്ടലും മുട്ടലും പരിപാടികളൊക്കെ കണ്ടു. പക്ഷേ 2024 പുതിയ വണ്ടിയാണ്. പക്ഷേ കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നുള്ളത് 2024 ഞങ്ങൾ ആകെ ഒരു കൺഫ്യൂഷൻ പരിപാടികളിലായിരുന്നു. കണ്ടില്ലേ, ഇതൊക്കെ ഉണ്ടോ? ഇവിടെയൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ തട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഞങ്ങൾക്ക് ഭയങ്കര സ്ക്രാച്ചസ് ഉണ്ട്. 2024 ആണെങ്കിൽ കൂടിയും പിന്നെ ഇവിടെ മഞ്ഞ ബോർഡ് നമുക്ക് കൊണ്ടുപോകാമെന്നാണ് പറയണത്. ഒരു പ്രശ്നമില്ല എന്ന് പറഞ്ഞു. ഞങ്ങളാകെ കൺഫ്യൂഷനായിരുന്നു, ബാഡ്ജാവുമ്പോൾ പ്രശ്നമല്ലേ എന്നൊക്കെ ഉള്ളത്. പക്ഷേ കുഴപ്പമില്ല,
എന്നാണ് അയാൾ പറയണത്. അങ്ങനെ നമ്മൾ എന്തായാലും ഈ വണ്ടി എടുത്ത് ഇവിടുന്ന് പോവാം. ഓക്കെ ബൈ ഭയ്യ, ടാറ്റാ, താങ്ക് യു. आपको रास्ते में नहीं गाड़ी रास्ते में जा सकता हूँ. ആവോ. അതെ, ആ പുള്ളിക്ക് ഒരു കുറച്ച് ദൂരം വരെ ഞങ്ങളോട് വന്നോട്ടെ എന്ന്. വന്നോട്ടെ. ഒന്ന് കയറിയിരിക്കോ? ഇപ്പൊ വേണ്ട കേട്ടോ പുലീസ്. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ ട്രാവൽ സ്റ്റാർട്ട് ചെയ്യല്ലേ? എല്ലാവരും എക്സൈറ്റഡ് ആണോ? യെസ്. ഇങ്ങനെയാണോ യെസ്? നിങ്ങൾ ഒന്ന് നല്ല യെസ് പറഞ്ഞേ. ഓക്കെ. അങ്ങനെ ഞങ്ങൾ നമ്മളുടെ മേഘാലയയിലേക്ക് കടന്നു. നമ്മൾ ആസാമിൽ ഗുവാഹത്തിയിൽ നിന്ന് ആസാം കഴിഞ്ഞ് മേഘാലയക്ക് കയറി. ഞാൻ വഴിയിൽ വണ്ടി ഓടിക്കുന്നതുകൊണ്ടും പിന്നെ അധികം ഷോർട്സ് ഒന്നുമില്ല, ചുമ്മാ റോഡും കാര്യങ്ങളാണ്. നല്ല എന്താ പറയുക, പൊല്യൂഷൻ ഉണ്ട്, നല്ല പൊടിയാണ്. ഇപ്പം നമ്മളൊരു ഹൈവേ ധാബയിൽ വന്ന് വണ്ടി നിർത്തിയിരിക്കുകയാണ് ഫുഡ് കഴിക്കാനായിട്ട്. നല്ലതാണോ എന്താണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. ഇവിടെ കാര്യം കുറേ ടോയ്ലറ്റ്സും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, സൗകര്യങ്ങളുണ്ട്, ഇഷ്ടംപോലെ വണ്ടികളുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഇവിടെ നിർത്തി. നല്ല രസമാണ്, നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പല്ല, ഒരു അത്യാവശ്യം അടിപൊളി തണുപ്പ്. ഇപ്പോൾ ശരിക്കും സമയം ഇവിടെ 1:30 പക്ഷെ എന്നാലും നല്ല സുഖമുള്ളൊരു തണുപ്പാണ്. നമുക്കപ്പോൾ ഈ ഹൈവേ ധാബയിലേക്കൊന്ന് പോയി നോക്കാം. മേഘാലയ ഹൈവേ ധാബ എങ്ങനെയുണ്ടെന്ന് നോട്ടെ. എല്ലാം ഉണ്ടെന്നേ, കഴിക്കാം. ഇവിടെ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. വെരി ഗുഡ്. ഏക്കാ ചിക്കൻ, ചില്ലി ചിക്കൻ നന്നായിരിക്കും കേട്ടോ. ഇത് കണ്ടറിയാം. മറ്റേ സാധന. നിങ്ങൾ ചെവിയുടെ പോകും. ഇതെന്താ? സ്വീറ്റാന്ന് തോന്നുന്നു അല്ലേ? ആ ബട്ടൂര ഞങ്ങൾ പറഞ്ഞാണ്. ബട്ടൂര കൊള്ളാം. ആ ഒരുവിധം ഞങ്ങളുടെ ഭക്ഷണമൊക്കെ ഞങ്ങൾ കഴിച്ച് വലിയ കുഴപ്പമില്ലാത്ത ഫുഡെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ നമ്മളിതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ. അങ്ങനെ ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ കുറേ നിറയെ പിക്കിൾസ് വിൽക്കാൻ വെച്ചിരിക്കുന്നു. ഒരു കാര്യമില്ലാണ്ട് ബിജിത്ത് ഇതിൻ്റെ ഇടയിൽ കയറിയിട്ട് ആ പിക്കിൾ ഏതാ ഈ പിക്കിൾ ഏതാന്ന് ഞാൻ വിചാരിച്ചു മേടിക്കുന്നു. ഒരെണ്ണം പോലും മേടിക്കാണ്ട് ഞങ്ങൾ സ്ഥിരമുള്ള പരിപാടി നടത്തി. വലിയ കുഴപ്പമില്ലാത്ത ധാബയിലെ ഫുഡ് വലിയ കുഴപ്പമില്ല, അത്രേ പറയാൻ പറ്റുള്ളൂ. ഒരു എന്താ പറയണേ, നമുക്ക് ഓക്കെയാണ്, വേറെ ഒന്നും പ്രശ്നമില്ല എന്ന് വിചാരിക്കുന്നു. ചിക്കനൊക്കെ കൊള്ളായിരുന്നു, മട്ടൺ റോഹൻ ജോഷ് നല്ലതായിരുന്നു. അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ വലിയ കുഴപ്പമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും ബട്ടൂര കഴിച്ചത്. സോ ഇനി ഞങ്ങൾ ഇവിടെ നിന്നും ഷിലോങ്ങിലേക്ക് പോവാണ്. ഷിലോങ്ങിൽ പോകുന്നതിന് മുമ്പ് ഒരു ലേക്ക് ഉണ്ട്, എന്തോ ഒരു പ്രത്യേക പേരുള്ള, ഒരു മിനിറ്റ് ചോദിക്കാം. അതെ, നമ്മൾ അടുത്ത് പോകുന്ന സ്ഥലത്തിൻ്റെ പേരെന്ന് പറയും ഉമിയം ലേക്ക് എന്നാണ് അതിൻ്റെ പേര്. കറക്റ്റ് പേരാണെന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് അറിയാം. ഞങ്ങൾക്ക് ഇവിടെ ഫുഡിനായത് 2950 രൂപ. അപ്പോൾ ഇനി നമുക്ക് ഉമിയം ലേക്കിലേക്ക് പോവാം. ഇതാണ് ഉമിയോങ് ലേക്ക്. ഇത് ശരിക്കൊരു എന്താ പറയുക, നമ്മുടെ അവിടുത്തെ ഉള്ള പോലെ ഒരു ലേക്കാണ്. കൊള്ളാം, നല്ല ലൈറ്റും
കാര്യങ്ങളൊക്കെ ഒരുപാട് പേര് ഇവിടെ ഇങ്ങനെ കാണാനൊക്കെ ഉണ്ട്. സൺഡേയും കൂടി ആയതുകൊണ്ട് രസകരമായിട്ടുണ്ട്. സംഭവം കാണാൻ ഭംഗിയുള്ള നല്ല തണുപ്പുള്ള ഒരു അടിപൊളി സ്ഥലം. കട്ട് ചെയ്യണേ കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് ആണ്. ഫോട്ടോ എടുത്താ ചേട്ടാ അങ്ങനെ കയറി പോകാൻ പറ്റില്ല, അപ്പുറത്താണ് വഴി. ഞാൻ അത് കറങ്ങി വരാം. നിങ്ങൾ കറങ്ങി, പക്ഷേ ഈ ലെഫ്റ്റ് ആയിരിക്കും. അത് എവിടെ ബിൽഡിംഗ് കാണുന്നില്ലല്ലോ. കേൾക്കാൻ പറ്റും. ഈ മഞ്ഞ അങ്ങനെ അവസാനം ഞങ്ങൾ എവിടെ എത്തി? കോർട്ട്യാർഡിലെത്തി ബൈ മാരിയറ്റ്. ലഗേജൊക്കെ വെച്ചാണുണ്ടോ? ചൂട് കട്ടനല്ല, വേറെന്തോ ഒരു ഡ്രിങ്ക് ആണ്. ഇവരുടെ വെൽക്കം ഡ്രിങ്ക് ആണ്. ആക്ച്വലി ഇത് സ്ട്രോബറിയും കാര്യങ്ങളൊക്കെ മിക്സ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. കൊള്ളാം, അടിപൊളി ഒരു ഡ്രിങ്ക്. 16 ഡിഗ്രി സെൽഷ്യസ് ആണ് ഇപ്പോ. അപ്പോൾ എന്ന് പറഞ്ഞാൽ 4:30 ആയിട്ടുള്ളൂ. ഇനി ഇത് പോകെ പോകെ കുറഞ്ഞ് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നല്ല രസകരമായിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്, ഒന്നും പറയാനില്ല. വേറെ ലെവൽ എക്സ്പീരിയൻസ് ആയിരിക്കുമെന്ന് വിശ്വസിക്കാം. അപ്പൊ ഞങ്ങളുടെ ഫസ്റ്റ് ഡേ ആണ് ഇന്ന് ഷിലോങ്ങില്. അപ്പൊ നമ്മളുടെ ഏത് ഫ്ലോറിലാണ് റൂം? 5th ഫ്ലോർ. ID കാർഡൊക്കെ ഞങ്ങൾക്ക് കിട്ടി. ജിമ്മിൽ പോയില്ലേ? എത്രയൊക്കെ നമ്പർ? 542. അങ്ങോട്ട് പോട്ടെ. 501. ഞാൻ ഇവരുടെ റൂം നമുക്ക് ഇവരുടെ റൂം കണ്ടിട്ട് പോവാം. എനിക്ക് നല്ല സംശയമുണ്ട് ഇങ്ങനെ തള്ളിയപ്പോൾ. വേണ്ട, നിങ്ങൾ കണ്ടിട്ട് മതി. സ്വിമ്മിംഗ് പൂളോ എന്തൊക്കെയുണ്ട് ഇതിൻ്റെ അകത്ത്. ഒന്നും വേണ്ട. എന്റെ ദൈവം, വ്യൂ തന്നെ കേട്ടാ അല്ലേ? 542 മതി. വേണ്ട ഓടിക്കോ. വേറൊന്നുമല്ല, സ്ഥിരം ഇവരുടെ പരിപാടിയാണ്. ഇവർ നല്ല റൂം എടുക്കും, ഞങ്ങൾക്ക് എന്തെങ്കിലും കൊള്ളാത്ത റൂം തരും. ഇത്തവണ ഞങ്ങൾ പൊളിക്കാൻ വേണ്ടി അവരുടെ റൂമിൽ കയറി. അവരുടെ റൂം വലിയ കാര്യമില്ല. 542 അങ്ങേറ്റ. ഒന്നും വേണ്ട, അത് വേണ്ട. സെയിം തന്നെ. ഓപ്പൺ ചെയ്തു. ഒരു മിനിറ്റ്. അടിപൊളി. പക്ഷെ അമ്പലത്തിലുള്ളവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. അന്നദാനം എല്ലായിടത്തും അന്നദാനം. കൊള്ളാം അല്ലേ? ഉഗ്രം വ്യൂ. ഇതാണ് ഞങ്ങളുടെ റൂമിൽ നിന്നുള്ള വ്യൂ. ഒരു സ്റ്റാൻഡേർഡ് എല്ലായിടത്തും കാണുന്ന പോലത്തെ ഒരു അടിപൊളി റൂം തന്നെ. ഞങ്ങളങ്ങനെ രാത്രി ഫുഡ് കഴിക്കാനായിട്ട് പോവാണ്. സോ അതിൻ്റെ പരിപാടികളുമായിട്ട് ഇറങ്ങിയിട്ടാണ്. ഈ എപ്പിസോഡ് തീരുന്നത് ചിലപ്പോൾ അവിടെ ഭക്ഷണം കഴിക്കുന്നത് കാണിച്ചുകൊണ്ടായിരിക്കും. നമ്മളുടെ ഫുൾ ടീം പുറത്ത്. ഇപ്പം എത്രയാണ് തണുപ്പ്?
4 ഡിഗ്രിയാ? 9 ഡിഗ്രി ആണല്ലേ? ആ 9 ഡിഗ്രി. 9 ഡിഗ്രി. കുറേ പേരെ 9 ഡിഗ്രി. വണ്ടി എന്ത് വണ്ടി? 250 400 നടക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ? ബാബാ നടന്നോ, കുഴപ്പമില്ല. കാറ്റ് കയറാത്ത. അപ്പോൾ ഇവിടുന്ന് 250 മീറ്ററേ ഉള്ളൂ നമ്മൾ ഉദ്ദേശിക്കുന്ന റെസ്റ്റോ ബാറിലേക്ക്. സോ അവിടെ അത് തൊട്ടടുത്താണ്. അപ്പോൾ ഫുഡും ഒക്കെ കഴിച്ചിട്ട് അങ്ങനെ വരാം. അതാണ് നമ്മളുടെ പ്ലാൻ. ഓക്കെ, ഇവിടെ ചായ. നിങ്ങൾ തന്നെ ഊതി നോക്ക്. ആ ശരിയാ, വരുന്നുണ്ട്. ഇതെവിടെ ചായ? തന്തൂരി ചായയാണ്, തന്തൂരി ചായ. ഇവിടെ നല്ല ഫ്രഷ് ഫ്രൂട്ട്സൊക്കെ കിട്ടുന്ന സ്ഥലം കേട്ടോ. ഓറഞ്ചും ആപ്പിളും എല്ലാം കിട്ടും. ഇതിൻ്റെ പേര് പറയുന്നത് പോലീസ് ബസാർ എന്നാണ്. ഷിലോങ് വൺ പോലീസ് ബസാർ. ഇവിടെ ഒരുപാട് ഷോപ്പിങ്ങും പരിപാടികളൊക്കെ ഉള്ള സ്ഥലമാണ്. ജസ്റ്റ് ചോദിച്ചാൽ ജീപ്പേ ഇതാണോ? ഇപ്പം നമ്മൾ നിൽക്കുന്നത് കറക്റ്റ് ഷിലോങ്ങിൻ്റെ സെൻട്രൽ പോയിന്റിലാണ്. പോലീസ് അല്ലേ? എന്താ പറയുക? ദ ഹെഡ് ഓഫ് ഷിലോങ്. അതെ, ദി ഹെഡ് ഓഫ് ഷിലോങ് ആണ്, സെൻട്രൽ പോയിന്റ് ആണ്. ഇത് പോലീസ് ബസാർ എന്നാണ് ഇതിന് പേര്. വേറൊരു പേരുണ്ട്, കാരണം ഇവിടെ കുറേ ഷോപ്പിങ്ങും പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. ഡിജിറ്റൽ മോൾ കേട്ടോ. അതെ, എനിക്കങ്ങനെ ഫീൽ ചെയ്യുന്നില്ല. അത്ര തണുപ്പായി, അങ്ങനെ സഹിക്കാൻ പറ്റാത്തൊരു തണുപ്പായിട്ട് ഫീൽ ചെയ്യുന്നില്ല. 9 നമ്മൾ ഡൽഹിയിലൊക്കെ 9 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തണുപ്പാ, നമുക്ക് വയ്യ അല്ലേ? നല്ല തണുപ്പല്ലേ? ഇത് 9 വലിയ പ്രശ്നമൊന്നുമില്ല. അതെ, ഈ ജാക്കറ്റ് അഴിക്കാൻ പക്ഷേ ഭയങ്കര ബോറായിരിക്കും. എല്ലാവരും ജാക്കറ്റ് അഴിക്കുന്നു. അത് ഇതിൻ്റെ എന്താ മാന്യതയുടെ പുറത്തുനിന്നൊക്കെ പറഞ്ഞ പോലെ ഇടാന്നേ ഉള്ളൂ. ഇവിടെ കുറേ ഷൂവും ചെരുപ്പും ഒക്കെ വിൽക്കാൻ വെച്ചിട്ടുണ്ട്. 2 റെസ്റ്റോറൻറ്റ്സ് ആയിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞുള്ള ടാങ്കോയും പിന്നെ ഒരു ഗ്ലാസ് ഹൗസും. അപ്പോൾ അതിൽ ഏത് നല്ലതെന്നുള്ളത് ജീസാർ ആൻഡ് ടീം പോവും. ഞാനും സുധീഷും വിനോജും കൂടി ഞങ്ങൾ ചുമ്മാ ഈ പോലീസ് ബസാർ കുറച്ചും കൂടി ഒന്ന് എക്സ്പ്ലോർ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നടക്കുക. സംഭവം കടകളും കാര്യങ്ങളൊക്കെ ഉള്ളൂ, ഷോപ്സും കാര്യങ്ങളും ഏകദേശം അടച്ച പോലെയാണ്. ഒരു നമ്മ മദ്രാസ് കഫേ ഉണ്ട്, കണ്ടോ കണ്ടോ? നമ്മ മദ്രാസ് കഫേ അത് കളിക്ക്. അപ്പോൾ ഒരു കേരളത്തിൻ്റെ ഒരു ഹോട്ടലിവിടെ വേണ്ടായിരുന്നു അല്ലേ? വൃത്തിയുടെ കാര്യത്തിൽ ഒരു രക്ഷയില്ല. ഇവർ ഈ പാക്കും അതും ഇതൊക്കെ ചവച്ചിട്ട് അത് തുപ്പുന്നുണ്ട്. അതിലൊന്നും കാര്യങ്ങളൊന്നുമില്ല. അത് പിന്നെ നമ്മളുടെ ഒരു കേരളം വിട്ട്, ഓൾമോസ്റ്റ് കേരളം വിട്ടാൽ ഒക്കെ മോശമാണ്. അപ്പോൾ നമ്മൾ ഇത്ര നേരം ദൂരം നടന്നാൽ മതി എന്ന് വിചാരിക്കുന്നു. തിരിച്ച് നടക്കുന്നു. ആരാ? എൻ്റെ പെണ്ണുമ്പിള്ളി. എന്താ നോക്കട്ടെ. പെണ്ണുമ്പിള്ളേനെ ഫോൺ വിളിക്കുന്നു. എൻ്റെ പ്രധാനപ്പെട്ട ഒരു സബ്സ്ക്രൈബറാണ്. എൻ്റെ പ്രധാനപ്പെട്ട ഒരു സബ്സ്ക്രൈബർ. താങ്ക് യു. എന്തായാലും വീഡിയോയിൽ വരും. വീഡിയോയിൽ ഫസ്റ്റ് ലൈക്ക് അടിക്കുന്ന ആള്. അതെ, എല്ലാ വീഡിയോയ്ക്കും ഫസ്റ്റ് ലൈക്ക് അടിക്കുന്ന ആളാണ്. എന്താ പറയുക? കട്ട് ചെയ്യാനോ? ഞാൻ പറയാം, പക്ഷെ പുള്ളി ഇടാതിരിക്കാന്നുള്ള അറിയില്ല. ദേവ സിനിമ ഇവിടുത്തെ തിയേറ്ററിന്റെ അവസ്ഥ ഒക്കെ. ബിജോ അല്ലേ? ബിജോ സിനിമ ബുക്ക് മൈ ഷോ ഒക്കെ ഉണ്ട്. 1939 അപ്പത്തെ തിയേറ്ററാണ് കേട്ടോ. കയറി കാണായിരുന്നു. മുംബൈ പോലീസ്. അതെ ദേവ, അത് നമുക്കറിയാലോ. നമ്മളുടെ ഇയാൾ തന്നെയാണ് ഡയറക്ടർ, റോഷൻ ആൻഡ്രൂസ്. അങ്ങനെ ഞങ്ങൾ ലാസ്റ്റ് ഗ്ലാസ് ഹൗസ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലെത്തി. അടിപൊളി സംഭവമൊക്കെ തന്നെയായിരുന്നു. ഞാൻ അങ്ങനെ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പിന്നെ അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കലും കാര്യങ്ങളായിരുന്നു. റെസ്റ്റോറൻറ്റ് കാണാനൊക്കെ കൊള്ളായിരുന്നു. ഫുഡൊന്നും ഭയങ്കര ഗംഭീരം എന്ന് പറയുന്നില്ല, പക്ഷേ ഓക്കെ, നല്ല രസകരമായിട്ടുള്ള ആംബിയൻസ്. ഇങ്ങനെ ഗ്ലാസ്സൊക്കെ ഇട്ടിട്ട് ഇതൊരു റൂഫ് ടോപ്പിലാണ്
സോ ഞങ്ങളുടെ ഹോട്ടലൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ നാടായ നാട് മുഴുവൻ ചുറ്റി. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഈ ഹോട്ടലിൻ്റെ ശരിക്കും ഇതാ കണ്ടോ, അതാണ് ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടൽ. അങ്ങനെ തൽക്കാലം ഞാൻ ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഞങ്ങളുടെ ഷിലോങ് രാത്രിയായി ഒരുപാട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് പിന്നെ ഞങ്ങൾ റൂമിൽ പോയി കിടന്നുറങ്ങലും പരിപാടികളൊക്കെ തന്നെ. അപ്പോൾ നാളെ എന്ന് പറയുന്നത് നമ്മുടെ ബാംബു ട്രക്കിങ്ങും പരിപാടികളൊക്കെ ഉള്ള ദിവസമാണ്. അപ്പോൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യണം. പ്ലീസ് മാക്സിമം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. വേറൊന്നും പറയില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ അയച്ചു കൊടുക്കുക. കഷ്ടപ്പെടുന്നുണ്ട്, നല്ല കഷ്ടപ്പാടാണ് ബാംബു ട്രക്കിംഗ്. എന്തായാലും ഞാൻ ചെയ്യും. ഓക്കെ, അപ്പോൾ ബൈ ബൈ.